അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലിസ് സിദ്ഖി വൽ വഫാ അമ്മാ ബഅദ്. അഭിവന്ദരായ സത്യവിശ്വാസികളെ, 2024 ജൂൺ 26 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനം ആചരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ പോഷക ഘടകങ്ങളും യൂണിറ്റ് മഹല്ലടിസ്ഥാനത്തിലും മദ്രസ, മറ്റ് സ്ഥാപനങ്ങൾ അടിസ്ഥാനത്തിലും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സ്ഥാപക ദിനം ആചരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയെ ലഘു പരിചയപ്പെടുത്തലിന് ആവശ്യമായിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതപര്യന്തമുള്ള പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതിൻ്റെ വിശ്വാസ ആചാര പ്രമാണങ്ങളെ കാത്തുസൂക്ഷിക്കുകയും അതിലൂടെ സമുദായത്തെ നേർവഴി നടത്തുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ഒട്ടേറെ പദ്ധതികളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. സമുദായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ മഹത്തായ ആദർശ നേർവഴിയിൽ വഴി നടത്തുന്നതിന് എല്ലാവിധത്തിലുമുള്ള പദ്ധതികളിലൂടെയാണ് ഈ മഹത്തായ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി 100-ാം വർഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഏറെ മുൻപന്തിയിലായിട്ടുണ്ട് എന്നത് നമുക്കൊക്കെ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനമാണ് ഈ സമുദായത്തിന് അവരുടെ വിശ്വാസത്തെയും കർമ്മങ്ങളെയും സൂക്ഷിക്കുന്നതിന് ഏറെ സ്വാധീനമുണ്ടാക്കിയിട്ടുള്ളത് എന്നത് അവിതർക്കിതമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ജനമനസ്സുകളിൽ നല്ല വിധത്തിലുള്ള സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനങ്ങളും അതിൻ്റെ തീരുമാനങ്ങളും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു മഹത്തായ അനുഭവമാണ് നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമുദായത്തിനെ നേർവഴിയിൽ നടത്തുന്നതിന് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ പദ്ധതികളും സമുദായം ഇരുകൈയും നീട്ടി സ്വീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയാകത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് അത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 11,000 മദ്രസകൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ നടത്തുന്നുണ്ട് എന്നത് ലോകത്തിന് തന്നെ ഒരു മാതൃക തന്നെയാണ്. ഇതുപോലെ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സുസ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 100 വർഷം പൂർത്തിയാകാൻ വേണ്ടി പോകുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിൻ്റെ പുറത്തുള്ള ഇതര സംസ്ഥാനങ്ങളിലും ഈ ദഅവത്തിൻ്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ പേരിൽ നിന്നും മാറി സമസ്ത
നാഷണൽ ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു മഹത്തായ സ്ഥിതിവിശേഷത്തിലേക്ക് അത് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഈ ആവിർഭാവവും അതിൻ്റെ പ്രവർത്തനവുമാണ് ഈ സമുദായത്തിന് ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള സമസ്തയെ ഇനിയും അതിൻ്റെ ജൈത്രയാത്ര തുറന്നുകൊണ്ടിരിക്കുവാൻ നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള പിന്തുണയും എല്ലാവിധത്തിലുള്ള സഹകരണവും ആവശ്യമാണ്. ഇത് അല്ലാഹുവിൻ്റെ ദീനീ ദഅവത്തിൽ പങ്കാളിയാവുക എന്ന ഒരു മഹത്തായ സൽക്കർമ്മമാണ് ഇതിലൂടെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഉണ്ടാവണമെന്നുകൂടി ഇത്തരുണത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും കഴിഞ്ഞ കാലങ്ങളിൽ ഈ മഹത്തായ സംഘടനയെ നയിച്ച മഹത്തുക്കളായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർക്കെല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ പരലോക ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും എല്ലാവിധ ചെറുതും വലുതുമായ സേവനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യുകയും ഇഹലോകത്തും പരലോകത്തും അതിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും